നമ്മളുടെ നാട്ടിൽ അനുഭവിക്കുന്ന, വീടുകളിൽ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദുരന്തമുണ്ട്. എന്താണെന്നറിയോ? പ്രായമായ ആളുകൾ ജോലിയിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുക്കും. പക്ഷേ ഗൃഹനാഥൻ എന്ന സ്ഥാനത്ത് നിന്ന് റിട്ടയർമെൻ്റ് എടുക്കില്ല. അവർക്ക് മരിക്കും വരെ കുടുംബം ഭരിക്കണം. വാസ്തവത്തിൽ ഭാരതത്തിൽ ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസ എന്ന് പറഞ്ഞ് 4 തരം കുടുംബജീവിതം നയിക്കുന്നവർക്ക് 4 സ്റ്റേജുകൾ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മചര്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10-25 വർഷം പഠിക്കാനുള്ള സമയം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നത്തെ 25 വർഷം 30 വർഷം ഏകദേശം കുടുംബമായിട്ട് ജീവിക്കുവാൻ, ഗൃഹഭരണം ചെയ്തും സമ്പാദിച്ചൊക്കെ ജീവിക്കാനുള്ള കാലഘട്ടം. പിന്നെ വാനപ്രസ്ഥം എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുടുംബ ഭരണാധികാരത്തിൽ നിന്നും റിട്ടയർമെൻ്റ് എടുത്തിട്ട് മക്കൾ കുടുംബം ഭരിക്കട്ടെ, ഞാനിവിടെ വല്ലതും കഴിച്ചിട്ടിരുന്നോളാം, അങ്ങനെ ഒരു വീട്ടിലെ ഒരു അംഗം മാത്രമായി മാറുകയും ഭരണാധികാരം മക്കളെ ഏൽപ്പിക്കുകയും ചെയ്യണം. കുടുംബ ഭരണാധികാരം, ഇത് ഒരു രാജാവാണെങ്കിൽ രാജ്യഭരണാധികാരം തന്നെ ഏൽപ്പിക്കും, കുടുംബ ഭരണാധികാരിയാണെങ്കിൽ കുടുംബ ഭരണാധികാരം ഏൽപ്പിക്കും. ലാസ്റ്റ് വൺ ഈ സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. മരണത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റും. ഇതൊന്നും ആളുകൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രായമാകുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പല സ്ഥലങ്ങളിലും പ്രായമായ അച്ഛനമ്മമാരെ ഞങ്ങൾ എന്തു ചെയ്യും സാറേ, അതിന് എന്തു ചെയ്യും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ എന്താ പറയുക, നന്മമാരൊക്കെ ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മാസം ചുമന്ന വയറല്ലേ, ക്ഷമിക്കൂ, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അവർ പറയും, നിങ്ങൾ വന്ന് ഒരു ദിവസം ഇരുന്ന് നോക്കും, 10 മാസത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയും. അപ്പോൾ ആ ഡയലോഗുകൾ പറഞ്ഞതിൽ അർത്ഥമില്ല. അതായത് ഒരു മനുഷ്യൻ തന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്തൊരു പ്രായം ആവുമ്പോഴേക്കും, എന്തായാലും അങ്ങനെ ഒരു പ്രായം എനിക്കും വരും. അത് അങ്ങനെ ഒരു പ്രായം എന്നെക്കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, എൻ്റെ പ്രൊഡക്ടിവിറ്റി കഴിഞ്ഞു, പിന്നെ ഞാൻ കഴിച്ചും മരുന്ന് കഴിച്ചിട്ടൊക്കെ അവിടെ ജീവിക്കാനേ പറ്റുള്ളൂ. ആ സമയത്ത് എന്നെക്കൊണ്ടൊരു ഗുണവും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഞാനാണെങ്കിൽ ഇത് സ്വീകരിക്കും കേട്ടോ, പക്ഷേ എന്നെക്കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊന്നുപോലെ മക്കളെ ഇഷ്ടപ്പെടുന്ന, പോസിറ്റീവായിരിക്കുന്ന, നല്ല മനോഭാവം കൊണ്ട് നടക്കുന്ന, മക്കളുടെ വിഷമങ്ങൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനിപ്പിക്കുന്ന, സാരോപദേശങ്ങൾ നൽകുന്ന, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാതാപിതാവിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വൃദ്ധസാധനത്തിലാക്കും? അവർക്ക് വേണ്ടിവരും. അവരെ ഗതി കിടുമ്പോഴാണ് ഒരാളെ പരിപാടി ചെയ്യുന്നത്. അല്ലാതുള്ളവരും ഉണ്ടാവുമായിരിക്കും, വളരെ റയർ. പക്ഷെ കൂടുതലും മാതാപിതാക്കളെയൊക്കെ മക്കൾക്ക് വേണ്ടാതെയാവുന്നത് ശല്യമാവുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് ശല്യമാകുന്നു? ഒരു തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസും ഇല്ല, ഒരു തരത്തിലുള്ള തൻ്റെ മനസ്സിൻ്റെ ആർത്തികളെ ശമിപ്പിക്കുന്ന പ്രാക്ടീസുകളും ചെയ്തിട്ടില്ല. അപ്പോൾ പ്രാക്ടീസുകൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ മനസ്സിനെ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്ന ഒരു പ്രാക്ടീസിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഒരു പ്രായമൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾക്ക് സമാധി സ്റ്റേജ് ഉണ്ടാകും, ന്യൂട്രൽ സ്റ്റേജ് ഉണ്ടാകും. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു പരാതികളും ഇല്ലാത്ത എത്ര അച്ഛനമ്മമാരെ എനിക്കറിയാമെന്നറിയും. അവരെ മക്കളും പൊന്നുപോലെ നോക്കുന്നുണ്ട്, അവരെയൊന്നും ഉപേക്ഷിക്കില്ല. ഉപേക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മുടെ സമൂഹം ഈ ഉപേക്ഷിക്കുന്ന മക്കളെ കുറ്റം പറയുന്ന കമൻറ്റുകൾ മാത്രം പറയുന്ന സമൂഹമാണ്. ഉപേക്ഷിക്കപ്പെട്ട ആ മാതാവിൻ്റെയോ അല്ലെങ്കിൽ ആ പിതാവിൻ്റെയോ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യാറില്ല. വെറുതെ ഒന്നും ആരും ഉപേക്ഷിക്കില്ല എന്നുള്ളത്. ഒരു മനുഷ്യനും വെറുതെ ഉപേക്ഷിക്കില്ല. അത്രയും മൃഗമായിരിക്കണം പിന്നെ ആ ഉപേക്ഷിച്ച മനുഷ്യൻ. നോർമലി അങ്ങനെ ചെയ്യില്ല നമ്മൾ. പക്ഷേ എപ്പോഴും ആ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സൈഡിൽ നിന്ന് സംസാരിക്കുകയും പെറ്റ വയറിനെ വില വയ്ക്കാത്തവൻ, ഇവൻ എന്ത് ദുഷ്ടനാണെന്നൊക്കെ പറയുകയും ചെയ്യും. അവൻ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് ആരും പോയി ചിന്തിക്കാറില്ല. അപ്പോൾ ഒരമ്മയാണ് എന്നുള്ളത് കൊണ്ട് അവർ നല്ലവരാണെന്നൊന്നും അർത്ഥമില്ല, അല്ലെങ്കിൽ ഒരു അച്ഛനാണെന്നുള്ളത് കൊണ്ട് അവർ നല്ലവരാണെന്നൊന്നും അർത്ഥമില്ല. ശല്യമായിരിക്കും ചിലപ്പോൾ. പച്ചക്കാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എൻ്റെ അടക്കമുള്ള നമ്മളുടെ വാർദ്ധക്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വാർദ്ധക്യമാകുമ്പോൾ നമ്മളുടെ മക്കൾക്കൊരു ശല്യമാകാതിരിക്കുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ വാർദ്ധക്യം എവിടെയെങ്കിലും അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥയിലാവില്ല. മക്കളെ കുറ്റം പറയുന്നതിൽ ഒരർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പ്രായമാകുമ്പോഴേക്കും നമ്മളിങ്ങനെ മെൻ്റൽ ഷട്ട് ഡൗൺ ചെയ്ത് വരണം. ഞാൻ തൃപ്തയായി എൻ്റെ ജീവിതം കൊണ്ട്, ഇനി നിങ്ങൾ ജീവിക്കൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം, അങ്ങനെ പറയാൻ പറ്റണം. ഇപ്പം ഞാനാണ് പ്രായമായിരിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. എൻ്റെ മോനും മോളും കൂടെ ഒരു ടൂറ് പോവാണ്. അപ്പോൾ അവളിങ്ങനെ ആശങ്കയിലാണ്, അച്ഛനെ എന്തു ചെയ്യും നമ്മൾ 4 ദിവസം വിട്ടു നിൽക്കുമ്പോൾ എന്ന് എൻ്റെ മക്കൾ സംസാരിക്കേണ്ടി വരില്ല. ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും, ഞാനൊരു വയസ്സിന് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ എൻജോയ്മെൻറ്റ് മുടക്കരുത് മക്കളെ,
നിങ്ങൾ എവിടേക്കാണ് വെച്ചാൽ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കണം, എനിക്കിവിടെ വല്ലതും വെച്ചുണ്ടാക്കി തരാൻ ഒരാളെ ഏർപ്പാട് ചെയ്താൽ പോരെ, ഞാൻ ഇവിടെ ഇരുന്നോളില്ലേ എന്ന്. പക്ഷെ ഇതല്ല വീടുകളിലെ അവസ്ഥ. അവരും പോയിരിക്കല്ലേ, അവർ ആസ്വദിക്കാൻ പോയിരിക്കല്ലേ. നമ്മളാരെങ്കിലും നോക്കുമോ? നമ്മുടെ മരുന്ന് ആർക്കെങ്കിലും അറിയോ? നമ്മുടെ ഭക്ഷണം ആർക്കെങ്കിലും അറിയണോ? അതിനെയൊക്കെ ഉണ്ടാക്കിയ നേരം ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. ഒരുപാട് ഡയലോഗ് പറയും. ഇപ്പോഴേ നമ്മൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ തുടങ്ങുന്നത് കൊണ്ട് ഇപ്പോഴേ നമുക്ക് ഗുണമുണ്ടാകുമോ? ചിലപ്പോൾ ഉണ്ടാവുകയില്ലായിരിക്കും. ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴേ ഒരു ഗുണം ഉണ്ടാവില്ലായിരിക്കും. ഉണ്ടാവണ്ട. ഇപ്പോഴേ ചെയ്യുന്ന പ്രാക്ടീസ് നമ്മൾക്ക് പ്രായമാകുമ്പോഴേക്കെങ്കിലും ഗുണം ചെയ്യും. അതാണ് പല കാര്യങ്ങളും നമ്മൾ കുറച്ച് റിട്ടയർമെൻറ്റ് കഴിയുമ്പോഴേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കാറില്ലേ? അതേപോലെയാണ് ഇത് കരുതേണ്ടത്. ഇപ്പോഴത്തെ പ്രാക്ടീസുകൾ നമ്മളുടെ ഭാവിയിൽ, നമ്മുടെ വാർദ്ധക്യകാലത്തിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു പൊതുശല്യമായി മാറാതിരിക്കാൻ നമ്മളെ ഗുണം ചെയ്യും. സ്റ്റേബിൾ മൈൻഡഡ് ആവുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പഠിക്കും. അവരുടെ ലൈഫിൻ്റെ പീക്ക് ടൈമാണ്. അവരത് എൻജോയ് ചെയ്യണം എന്ന് നമുക്കും തോന്നാൻ തുടങ്ങണം. ഞാനൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾ എൻജോയ് ചെയ്യും എന്ന് പറയാൻ പറ്റണം. ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ സമാധി അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ എന്നും പറയുന്നത്, പ്രജ്ഞ ഉറച്ച അവസ്ഥ നമ്മൾ നേടിയെടുക്കണം.